PSC പരീക്ഷകളിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3 ദിനങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 1 കരസേനാ ദിനം, 2 വ്യോമസേനാ ദിനം, 4 നാവികസേനാ ദിനം. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15, ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ 8, ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ഇത് എപ്പോഴും നമുക്ക് മാസങ്ങളും ഡേറ്റുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ നമുക്കൊരു ചെറിയ കോഡ് നോക്കാം. ആദ്യം കരസേനാ ദിനം. കരസേന, കര, വര, കര, വര. അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? കര, വര. അപ്പോൾ വര അല്ലെങ്കിൽ വരിയിൽ അവസാനിക്കുന്ന മാസം ഏതാ? അത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആണല്ലേ. അപ്പോൾ ജനുവരി ആണോ ഫെബ്രുവരി ആണോ നമുക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ക എന്ന് പറയുന്നത് മലയാള വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമല്ലേ. അപ്പം മാസങ്ങളിൽ ആദ്യത്തെ മാസം എടുക്കണം നമ്മൾ, ജനുവരി. അപ്പോൾ കരസേനാ ദിനം ജനുവരിയിലാണ് നമുക്ക് ഓർക്കാം. അപ്പോൾ ഇനി മാസങ്ങൾ നമുക്ക് പറഞ്ഞു പോകാമേ. ഇനി നാവികസേനയിലെ ദിനത്തിലേക്ക് വന്നേ. നാവികസേന എന്ന് പറയുമ്പോൾ നമുക്ക് കടൽ ഓർക്കണം അല്ലേ. കടലിലെ കപ്പൽ ഒക്കെ. അപ്പോൾ കപ്പൽ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ടൈറ്റാനിക്കിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു പോയതൊക്കെ. അപ്പം മഞ്ഞുമല എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തണുപ്പാണ്. തണുപ്പ് കാലം ഏതാ? ഡിസംബർ മാസമാണ്. അപ്പം നാവികസേനാ ദിനം ഡിസംബർ മാസമാണോ നമുക്ക് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യോമസേനാ ദിനം ഒക്ടോബർ ആണല്ലോ. ഒക്ടോബർ വ്യോമസേനാ ദിനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റിനകത്തേക്ക് കടന്നാൽ നാവികസേനാ ദിനം നാവ് 4. നമ്മൾ കര വര എന്നോർത്ത പോലെ നാവ് 4 എന്നോർക്കുക. അപ്പോൾ നാവികസേനാ ദിനം ഡിസംബർ 4-ാം തീയതിയാണ്. അപ്പോൾ 4ൻ്റെ ഇരട്ടിയാണ് വ്യോമസേനാ ദിനം. 4ൻ്റെ ഇരട്ടിയാണ് തൊട്ട് മുകളിൽ. അപ്പോൾ വ്യോമസേനാ ദിനം 8ആണ്. 8-ാം തീയതിയാണ്. ഒക്ടോബർ 8-ാം തീയതിയാണ്. അപ്പോൾ ഇനി കരസേനാ ദിനം, അതിൻ്റെ തൊട്ട് മുകളിൽ കരസേനാ ദിനം നോക്കിയേ. 8ൻ്റെ ഇരട്ടി 16ആണ്. പക്ഷേ ഇവിടെ 16 അല്ല 15ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം കരസേനാ ദിനം ജനുവരി 15. അങ്ങനെയെങ്കിൽ കരസേനാ ദിനം ജനുവരി 15, വ്യോമസേനാ ദിനം ഒക്ടോബർ 8, നാവികസേനാ ദിനം ഡിസംബർ 4. ഓക്കെ, താങ്ക് യു.